അടിമുടി നിഗൂഢത നിറഞ്ഞ ജീവിതം. രാത്രി സമയങ്ങളിൽ ചില അജ്ഞാത കേന്ദ്രങ്ങളിലേക്ക് യാത്ര. ചോദ്യം ചെയ്താൽ പൊട്ടിത്തെറിക്കുന്ന പ്രവണത. അച്ഛനെയും അമ്മയെയും മർദ്ദിക്കുന്നതും പതിവ്. തിരുവനന്തപുരം വെള്ളറടയിലെ ജോസും ഭാര്യയും മകൻ പ്രജിനെ ഭയന്നാണ് വീട്ടിൽ കഴിഞ്ഞിരുന്നത്. നിങ്ങളെ ഞാൻ സ്വർഗത്തിലെത്തിക്കുമെന്ന് മാതാപിതാക്കൾക്ക് നേരെ ഭീഷണി മുഴക്കും. ഐ ആം സൂപ്പർ സൈക്കോ എന്ന് തുടങ്ങിയ പല വാചകങ്ങളും മുറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രജിന് ദുർമന്ത്രവാദവുമായി ബന്ധമുണ്ടെന്നാണ് ബന്ധുക്കളുടെ സംശയം. വെള്ളറടയിൽ അച്ഛനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നിൽ ദുർമന്ത്രവാദ സംഘങ്ങൾക്ക് പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് വെള്ളറട സ്വദേശി ജോസിനെ മകൻ പ്രജിൻ വെട്ടിക്കൊന്നത്. സ്വതന്ത്രമായി ജീവിക്കാൻ സാധിക്കാത്തതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പ്രതിയുടെ മൊഴി. എന്നാൽ കൊലപാതകത്തിന് പിന്നിൽ ദുർമന്ത്രവാദം അടക്കമുള്ളവ സംശയിക്കുകയാണ് കുടുംബം. പ്രജിന്റെ മുറിയിൽ നടത്തിയ പരിശോധനയിൽ ആയുധങ്ങളും മുടിയും ബിംബങ്ങളും കണ്ടെത്തിയിരുന്നു. ഇതാണ് ഇയാൾ ദുർമന്ത്രവാദത്തിൽ അകപ്പെട്ടിരുന്നു എന്ന സംശയം ബലപ്പെടാൻ കാരണം. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. പ്രജിന്റെ ജീവിത രീതിയും ബന്ധങ്ങളും വിശദമായി പരിശോധിക്കുകയാണ് പോലീസ്. പ്രതിയുടെ മൊബൈൽ ഫോൺ വിശദമായി പരിശോധിക്കും. കൊലപാതകത്തിന് 3 ദിവസം മുൻപ് ഇയാൾ ഐഫോൺ ഫോർമാറ്റ് ചെയ്ത് വീട്ടുകാർക്ക് തിരികെ നൽകിയിരുന്നു. നെയ്യാറ്റിൻകര സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ചൈനയിലെ വുഹാനിൽ MBBS വിദ്യാർത്ഥിയായിരുന്ന പ്രജിൻ കോവിഡ് കാലത്താണ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. പിന്നീട് സിനിമാ പഠനത്തിനായി എറണാകുളത്ത് പോയി വന്ന ശേഷമാണ് പ്രജിന് മാറ്റങ്ങൾ തുടങ്ങിയതെന്നും കുടുംബം പറയുന്നു. പ്രജിൻ കൂടുതൽ സമയം ചെലവഴിക്കുന്ന വീടിന്റെ 2ാമത്തെ നിലയിൽ മാതാപിതാക്കൾക്ക് പ്രവേശനമില്ലായിരുന്നു. നിയന്ത്രിക്കാൻ തുടങ്ങിയതോടെ കയ്യാങ്കളി പതിവായതായും കുടുംബം പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഭർത്താവുമായുള്ള